വിദ്യാരംഭം കുറിക്കാൻ പോകാൻ അമ്മുക്കുട്ടിയെ റെഡിയാക്കുമ്പോൾ അമ്മ പറഞ്ഞു, മോള് കരയാതെ സന്തോഷത്തോടെ വേണം ഹരിശ്രീ എഴുതാൻ കേട്ടോ. അമ്മുക്കുട്ടി തലയാട്ടി. അമ്പലത്തിലെത്തി ആശാന്റെ മടിയിൽ അവൾ ചിരിയോടെ ഇരുന്നു. എന്നാൽ തൊട്ടടുത്തിരുന്ന ചെറുക്കൻ തൊള്ള കീറി കരയുന്നത് കണ്ട് അവൾക്കും കരച്ചിൽ വന്നു. അമ്മേ, എനിക്ക് പേടിയാവാനേ. ഹരിശ്രീ പോയിട്ട് അരിയിൽ തൊടാൻ പോലും അമ്മുക്കുട്ടി സമ്മതിച്ചില്ല. എഴുത്തിനിരുത്തി ആശാന്റെ ക്ഷമ കെട്ടു. അമ്മ പഠിച്ച പണി 18 നോക്കിയിട്ടും അമ്മുക്കുട്ടിയുടെ കരച്ചിൽ നിന്നില്ല. പെട്ടെന്ന് അമ്മുക്കുട്ടി ഒന്ന് ഞെട്ടി. നോക്കിയപ്പോ ദേ മുന്നിൽ ആനത്തലയുള്ള ഒരു കുട്ടി ഇരിക്കുന്നു. അമ്മുക്കുട്ടിക്ക് എഴുതാൻ പേടിയാണോ? അവൾ അതിശയത്തോടെ തലയാട്ടി. ഗണേശൻ അവളോടൊപ്പം കുറച്ചു നേരം സ്പ്ലിറ്റ് കളിച്ചു. അതോടെ അമ്മുക്കുട്ടി ഉഷാറായി. ആ തക്കം നോക്കി ഗണേശൻ അവളുടെ കൈ പിടിച്ച് അരിയിൽ ഹരിശ്രീ എഴുതിച്ചു. അമ്മുക്കുട്ടി കരച്ചിൽ നിർത്തി ചിരിയോടെ മിടുക്കിയായി ഹരിശ്രീ എഴുതിയത് കണ്ട് അമ്മ അത്ഭുതപ്പെട്ടു. അമ്മ അവളെ എടുക്കുമ്പോൾ അമ്മുക്കുട്ടി പറഞ്ഞു, അമ്മേ, നമുക്ക് അവനെ വീട്ടിൽ കൊണ്ടുപോയാലോ? അമ്മ അമ്പരന്നു. ആരെയാ മോളെ? അമ്മുക്കുട്ടി ഗണേശൻ ഇരിക്കുന്നിടത്തേക്ക് കൈനീട്ടി. അമ്മ കണ്ടില്ലേ ആ ആനത്തലയുള്ള കുട്ടിയെ? അവൾ കളിയായി പറയുന്നതാണെന്ന് കരുതിയ അമ്മ ചിരിയോടെ അവരുടെ സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു. അമ്മുക്കുട്ടി നോക്കിയപ്പോ ആ ആനത്തലയൻ അവിടെ ഇരുന്ന് കുസൃതി ചിരിയോടെ ലഡു തിന്നുന്നു. അമ്മുക്കുട്ടി, നീയേ കണ്ടുള്ളൂ, നീ മാത്രമേ കണ്ടുള്ളൂ. വിദ്യാരംഭം കുറിച്ച കുരുന്നുകൾക്കെല്ലാം ഹരിശ്രീ ഗണപതിയെ നമ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.